തൃശൂർ മാളക്കൂഴൂരിൽ 6 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. ലൈംഗികാതിക്രമം എതിർത്തതിനാലാണ് പ്രതി കുട്ടിയെ കൊന്നതെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് 20കാരനെ കസ്റ്റഡിയിൽ എടുത്തു. കുട്ടിയെ തിരയുമ്പോൾ പ്രതിയായ യുവാവും കൂടെയുണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞു. CCTV ദൃശ്യങ്ങളാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സഹായകമായത്. ഈ കുട്ടികളെല്ലാം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി. ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്യും. കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറി. മനസ്സിലായി. കുട്ടി എതിർത്തു. കുട്ടി അമ്മയോട് പറയുന്നു. അതാണ് നമുക്ക് മനസ്സിലായത്. അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെന്ന് പറഞ്ഞു പൊട്ടി പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കുളത്തിലിട്ട് കൊന്നുകൊണ്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത്. സംഭവം നടന്ന് 5 മിനിറ്റിനകത്ത് പോലീസ് എത്തിയിട്ട് ഇയാൾ ആ തിരച്ചിലുണ്ട്. തിരച്ചിൽ ഇയാൾ ഈ നമുക്ക് ബോഡി കിട്ടിയ ഭാഗത്തല്ല ഇയാൾ തിരയുന്നത്. ഇയാൾ ആളുകളെ മിസ്ലീഡ് ചെയ്ത്, അത് വിശാലമായ പാടമാണ്, ഒരുപാട് സ്ഥലമുണ്ട്. പോലീസിനെ ആളുകളെയൊക്കെ ഇയാൾ മിസ്ലീഡ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന കണ്ടൊരു CCTV. അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിലുണ്ടായിരുന്നു മനസ്സിലായി. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ലെവിനാണ് ചേരുന്നത്. ലെവിൻ, എന്താണ് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഭീതി തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് ഇക്കാര്യം. എന്തായാലും ഏറെ ദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ്. കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് തെളിയുന്നു. അതിനുള്ള കാരണവും എത്രമാത്രം ക്രൂരമാണ് എന്ന് മനസ്സിലാവുന്നു. എന്താണ് പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത്? സ്വാതി, അത്യന്തം ഞെട്ടലുളവാക്കുന്നതും ദുഃഖം തോന്നിക്കുന്നതുമായ സംഭവമാണ് മാളക്കുഴൂരിൽ നിന്നും ഇപ്പോൾ സംഭവിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കുഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ മഞ്ഞളി അജീഷിന്റെ മകനായിട്ടുള്ള 6 വയസ്സുകാരൻ ഏബലാണ് അത്യന്തം ദാരുണമായ സംഭവത്തെ തുടർന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് കൊലപാതകം എന്നുള്ള നിലയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സമീപവാസിയായിട്ടുള്ള അയൽക്കാരനായിട്ടുള്ള 20 വയസ്സുകാരൻ ജോജയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ട് CCTV ദൃശ്യങ്ങളടക്കം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് സംശയകരമായ നിലയിൽ പ്രതികരിക്കുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്ത ജോജയെ പോലീസ് നാട്ടുകാരുടെ കൂടി സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് സ്വർണ്ണപ്പള്ളം പാടത്തെ കുളത്തിനുള്ളിൽ ഈ 6 വയസ്സുകാരനായിട്ടുള്ള ഏബലിനെ കാണാതാകുന്നത്. ഈ സംഭവത്തെ തുടർന്ന് പോലീസിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ആദ്യഘട്ടത്തിൽ സംശയങ്ങളൊന്നും തോന്നിയില്ലെങ്കിലും CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയിൽ സമീപവാസി കൂടിയായിട്ടുള്ള 20 വയസ്സുകാരൻ ജോജോയ്ക്കൊപ്പമാണ് കുട്ടിയെ അവസാനമായി കണ്ടത്. 6-8 എന്നുള്ള സമയത്താണ് CCTV ദൃശ്യങ്ങളിൽ കുട്ടി ഈ ജോജോയ്ക്കൊപ്പം പോകുന്നതായി കണ്ടത്. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലും പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിലും ചില സംശയങ്ങൾ ഉയർന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജോജോയെ പോലീസ് ചോദ്യം ചെയ്തു. നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ ബൈക്ക് മോഷണം, കഞ്ചാവ് അടക്കമുള്ള കേസുകളിൽ പ്രതിയാണ് 20 വയസ്സ് മാത്രമുള്ള ജോജോ. ഇയാളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും സംശയം തോന്നിയതിനെ തുടർന്നാണ് നാട്ടുകാരും പോലീസും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് ഇയാൾ ആദ്യഘട്ടത്തിൽ നൽകിയത്. കുട്ടിയെ ഈ കുളത്തിൽ, അതായത് സ്വർണ്ണപ്പള്ളം പാടശേഖരത്തിലെ കുട്ടിയുടെ വീടിനോട് ചേർന്ന പാടശേഖരത്തിലെ കുളത്തിൽ മുങ്ങി താഴുന്ന നിലയിൽ കണ്ടുവെന്നും പിന്നീട് തന്നെ അസഭ്യം പറഞ്ഞു, 6 വയസ്സുകാരനായ കുട്ടി തന്നെ അസഭ്യം പറഞ്ഞു, അതിന്റെ വൈരാഗ്യത്തിൽ കുട്ടിയെ കുളത്തിലേക്ക് എറിഞ്ഞു എന്നുള്ളതിനുള്ള പരസ്പര വിരുദ്ധമായ മൊഴികൾ പല ഘട്ടങ്ങളിലായി ഇയാൾ മാറ്റി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു പ്രാഥമിക ഘട്ട ചോദ്യം ചെയ്യൽ നടത്തി. അപ്പോഴാണ് കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നുള്ള മൊഴി നൽകുന്നത്. ഇത് കുട്ടി എതിർത്തതോടുകൂടി, 6 വയസ്സുകാരൻ ഏബൽ എതിർത്തതോടുകൂടി അതിന്റെ വൈരാഗ്യത്തിൽ കുട്ടിയെ കുളത്തിലേക്ക് എറിയുകയായിരുന്നുള്ള മൊഴി നൽകി. ഈ ഘട്ടത്തിൽ പോലീസ് പ്രതിയുടെ മൊഴികളൊന്നും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. പക്ഷേ പരസ്പര വിരുദ്ധമായി ലഹരിക്ക് അടിമപ്പെട്ടെന്നുള്ള നിലയിൽ സംസാരിക്കുന്ന ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലാണ് പോലീസ് ഉള്ളത്. ജില്ലാ പോലീസ് മേധാവി ഇരിങ്ങാലക്കുട റൂറൽ SP
ബി കൃഷ്ണകുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഈ മാള കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തി. അതോടൊപ്പം തന്നെ മാള പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിയെ പ്രാഥമികഘട്ട ചോദ്യം ചെയ്യലിന് വിധേയരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരുമെന്നുള്ള ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന കുട്ടിയുടെ മൃതദേഹം മാളയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ രാവിലെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഈ സംഭവം നടന്ന് ഏകദേശം വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കുട്ടിയെ കാണാതാവുന്നത്. അതിനുശേഷം സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. മൃതദേഹം കണ്ടെത്തി ഏകദേശം ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിന് പിന്നിൽ ഒരു കൊലപാതക ശ്രമമാണെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയും പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കൊലപാതകം എന്നുള്ള നിലയിലുള്ള മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അന്തിമമായിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും പ്രതി എന്നുള്ള നിലയിലുള്ളത് ജോജോയാണെന്ന് ഉറപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനുള്ള കൃത്യമായ കാരണം കണ്ടെത്തുകയാണ് ഇനിയുള്ള നീക്കം. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കം ഇനിയും നടക്കേണ്ടതുണ്ട്. ഏതായാലും കുട്ടിയുടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടക്കും. അതോടൊപ്പം തന്നെ 20 വയസ്സുകാരനായിട്ടുള്ള ഏബലിന്റെ അയൽവാസി കൂടിയായിട്ടുള്ള പ്രതി ജോജയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ ചോദ്യത്തിലടക്കം നടന്നു വരികയാണ്. തൃശൂർ മാള കൂഴൂരിലാണ് 6 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് അറിയുന്നത്. ലൈംഗികാതിക്രമം എതിർത്തതിനാലാണ് പ്രതി കുട്ടിയെ കൊന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സംഭവത്തിൽ തുടരന്വേഷണം വേണം, നീതി ലഭിക്കണം ആ കുടുംബത്തിന് എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.